सवाल उठाया ഡൽഹി जा रहा है। തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 5-നാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 8-നായിരിക്കും. ജനുവരി 17-ന് മുൻപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. 12 സംവരണ സീറ്റുകൾ, 58 ജനറൽ സീറ്റുകൾ, ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ പുതിയ വോട്ടർമാരുണ്ട്, 13,033 പോളിംഗ് ബൂത്തുകൾ. ഇന്ന് വളരെ ദൈർഘ്യമേറിയ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ വിശദീകരണം നൽകിക്കൊണ്ടാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഇനി കൃത്യം ഒരു മാസം തീർച്ചയായും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന് നടക്കും. 8-ന് വോട്ടെണ്ണൽ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2020-ലും വോട്ടർ പട്ടികയുടെ അവസാന പട്ടിക പ്രസിദ്ധീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 2020-ലും ജനുവരി 7-നാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. ഇന്നും സമാനമായ സാഹചര്യമാണ്. ഇന്നലെ അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നടന്നത്. ആദ്യത്തെ 40 മിനിറ്റോളം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു. അതായത് പ്രധാനമായും വോട്ടുകളുടെ എണ്ണം 5 മണിക്ക് ശേഷം വർദ്ധിച്ച ഒരു സാഹചര്യം, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനമുണ്ടായ സാഹചര്യം, ഈ 2 കാര്യങ്ങളും അതോടൊപ്പം തന്നെ EVMകളിലെ കൃത്രിമത്വം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ കോൺഗ്രസ് നൽകിയ പരാതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി വീണ്ടും ആവർത്തിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ചെയ്തത്. ഇത് ആവർത്തിച്ചുകൊണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ത്രികോണ മത്സരത്തിലേക്കാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നീങ്ങുന്നത്. BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും 3 ചേരികളിലായി നിന്നുള്ള വലിയ തോതിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ഇത്തവണ. കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സംസ്ഥാനമാണ് ഡൽഹി. ഇത്തവണ BJP അത് തിരിച്ചു പിടിക്കും എന്നുള്ള തരത്തിലാണ്. 11 കൊല്ലത്തിന് ശേഷമാണ് BJP വീണ്ടും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. 3 വട്ടം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായ ഒരു സംസ്ഥാനമാണ്. വലിയ പ്രഖ്യാപനങ്ങൾ, ജനക്ഷേമ പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ പിന്തുണയോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 3 തവണയായി 11 കൊല്ലത്ത് 3 തവണയായി അധികാരത്തിൽ വന്നത്. ആദ്യം ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് കുറച്ചു കാലം നീണ്ടെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് 2020-ൽ വരികയും പിന്നീട് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് ഇത്തവണ ഉള്ളത്. സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ കുഴപ്പിക്കുന്ന ഒരു വസ്തുത. പ്രധാനമായും നിരവധി അഴിമതി കേസുകൾ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ഉയർന്നിട്ടുണ്ട്. മദ്യനയ അഴിമതി കേസ്, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ BJP ഉയർത്തി വരുന്ന ഈ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അവിടെ ഉണ്ടായിരുന്ന ഔദ്യോഗിക വസതിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ BJP ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ടോ? അത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ ചൊല്ലിയാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം ഉന്നയിച്ചതാണ്. അതായത് വലിയ കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ വീട് റീഫർണിഷ് ചെയ്തു, അല്ലെങ്കിൽ 42 കോടി രൂപയോളം ചെലവാക്കി ഷീഷ് മഹൽ എന്നുള്ളൊരു പേരിട്ട് കൊണ്ടാണ് BJP ഇതിനെ കളിയാക്കി. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി തന്നെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്നതും അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തമായ അടിവേരുകൾ എന്ന് പറയുന്നത് അവരുടെ കേഡർ സംവിധാനം. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഡൽഹി ഒരു അർബൻ പൂവറിൻ്റെ ഒരു നഗരമാണ്, അല്ലെങ്കിൽ നഗരത്തിലെ പാവപ്പെട്ടവരുടെ ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. 60% അണ്ടർ ക്ലാസ് ആണ്, അല്ലെങ്കിൽ വളരെ താഴെ തട്ടിൽ ജീവിക്കുന്നവരുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി. ഡൽഹിയിലെ ഒരു പണക്കാരുടെ താമസം എന്ന് പറയുന്ന ഏതാനും ചില മണ്ഡലങ്ങൾ
മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ന്യൂഡൽഹി കേന്ദ്രീകരിച്ചുള്ള ലുട്ടിയൻസ് ഡൽഹി എന്ന് പറയുന്ന മേഖലകളിൽ മാത്രം. ബാക്കി 60% അണ്ടർ ക്ലാസ് ആയിട്ടുള്ള ഒരു നഗരമാണ്. അവിടെ സ്വാഭാവികമായിട്ടും സൗജന്യ കുടിവെള്ളവും സൗജന്യ വൈദ്യുതിയും ഒക്കെ തന്നെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് അനുകൂലമാകുന്ന വിഷയങ്ങളാണ്. മാത്രമല്ല, ആം ആദ്മി പാർട്ടി സർക്കാരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് സൗജന്യ കുടിവെള്ളം, സൗജന്യ വൈദ്യുതി, അതോടൊപ്പം തന്നെ സ്കൂളുകൾ നവീകരിക്കൽ, അതൊരു വലിയ പദ്ധതിയായി തന്നെ കാണേണ്ടതാണ്. ഡൽഹിയിലെ പല സർക്കാർ സ്കൂളുകളും ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആം ആദ്മി പാർട്ടി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മറച്ചു വെക്കാൻ കഴിയില്ല. മറ്റൊന്ന്, മൊഹള്ള ക്ലിനിക്കുകൾ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ പല മേഖലകളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം ആം ആദ്മി പാർട്ടിക്കുണ്ട്. പക്ഷേ അവിടെയും ബി ജെ പി നേട്ടം കൊയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അഴിമതി വിരുദ്ധ മുഖച്ഛായയുമായി അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പിന്നീട് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ആം ആദ്മി പാർട്ടി എന്നുള്ള പേര് നൽകി അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പക്ഷേ പിന്നീട് ആ അഴിമതി വിരുദ്ധ മുഖം അവിടെ ഇല്ലാതായി എന്നുള്ളതാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ബി ജെ പിയുടെ തന്നെ, ലക്ഷ്യമിക്കണം, ആം ആദ്മി പാർട്ടിയുടെ തന്നെ ഏകദേശം 4 മന്ത്രിമാർ, സത്യേന്ദ്ര ജെയിൻ, മനീഷ് സിസോദിയ, മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിൽ പോകുന്നൊരു സാഹചര്യം. അത് മദ്യനയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോഴും നടക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം അരവിന്ദ് കെജ്രിവാളിനുണ്ടായി. അതിനുശേഷം ഇപ്പോൾ അതീഷിയാണ് മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഭരിക്കുന്നത്. അതീഷി തന്നെ ഇപ്പോൾ പറയുന്നത്, എനിക്ക് ഏതാനും മാസത്തെ സമയം കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ അധികാരത്തിലേറ്റുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഫിർ ആയെങ്കെ കെജ്രിവാൾ എന്നുള്ള അവരുടെ ആ പുതിയ പ്രചാരണ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വസന്ത് സൂചിപ്പിച്ച മൊഹല്ല ക്ലിനിക്കുകൾ മുതൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വസന്ത്, ഒരുപക്ഷെ ഏറ്റവും ഗ്ലാമറസ് പോരാട്ടം ന്യൂഡൽഹിയിലായിരുന്നു. ആയിരിക്കുമോ? ഒരു ഭാഗത്ത് അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്, മറുഭാഗത്ത് ഷീലാ ദീക്ഷിത്തിന്റെ മകൻ, അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായി മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാമർ പോരാട്ടം ന്യൂഡൽഹിയിലായിരിക്കോ? ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ നേരിടുന്നത് ഷീലാ ദീക്ഷിത്തിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതാണ്. അതായത് ഡൽഹി 15 കൊല്ലം ഭരിക്കുകയും ഡൽഹിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ഷീലാ ദീക്ഷിത്തിൻ്റെ മകനാണ് സന്ദീപ് ദീക്ഷിത്. ഈസ്റ്റ് ഡൽഹിയിൽ നിന്നും 2 തവണ MP ആയിരുന്നു. പർവേഷ് വർമ്മയാണ് BJPയുടെ സ്ഥാനാർത്ഥി. അത് ഔദ്യോഗികമായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാഹിബ് സിംഗ് വർമ്മയുടെ, അല്ലെങ്കിൽ BJPയുടെ മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്. ഔട്ടർ ഡൽഹിയിൽ നിന്നുള്ള MP ആയിരുന്നു 2 തവണ. ഇപ്പോൾ ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. അതിന് പകരമാണ് ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ നേരിടാനായിട്ട് രംഗത്തിറക്കിയിരുന്നത്. ന്യൂഡൽഹി മണ്ഡലം എന്ന് പറയുന്നത് പൊതുവിൽ ഭൂരിപക്ഷവും സർക്കാർ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളും ഒക്കെ ഉള്ള ഒരു മണ്ഡലമാണ്. ഷീലാ ദീക്ഷിത് വലിയ തോതിൽ ജയിച്ചിരുന്ന ഒരു മണ്ഡലത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് ആദ്യമായി മത്സരത്തിന് ഇറങ്ങുമ്പോൾ 2015-ൽ ഷീലാ ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തുന്നത്. ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ 2014-ൽ BJP അധികാരത്തിൽ വന്ന ശേഷം വലിയ തോതിലുള്ള മുന്നേറ്റം പല സംസ്ഥാനങ്ങളിലും നടത്തിയിരുന്നു. മഹാരാഷ്ട്രയിലും എല്ലായിടത്തും വലിയ തോതിൽ മുന്നേറ്റം നടക്കുമ്പോൾ ഡൽഹിയാണ് ആ കുതിപ്പിന് ഒരു ബ്രേക്ക് ഇട്ട ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ആ മുന്നേറ്റത്തിൽ BJP പകച്ചുപോയി എന്നുള്ളത് തന്നെയാണ്. BJPയെ തകർത്തടിയുന്ന തലത്തിലേക്ക്